എറണാകുളത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൊച്ചി മണ്ഡലത്തിൽ തോൽക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് മാക്സി കൊച്ചിയിൽ നേരിട്ടത് എന്ന് പറഞ്ഞവർ, കൊച്ചിയിൽ ഷിയാസ് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ പ്രവർത്തനങ്ങളാണ്, ഒരു യുവരക്തം എന്ന നിലയിൽ ഷിയാസിന് ഒരു എഡ്ജ് കിട്ടുമെന്ന് പറഞ്ഞവർ, കൊച്ചി കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ പോരാട്ടമാണ് ഷിയാസും മാക്സിയും തമ്മിൽ നടന്നതെന്ന് പറഞ്ഞവർ എത്ര പേരാ ഇപ്പോൾ മാറ്റി പറയുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചകൾ നിങ്ങൾ നോക്കൂ. മെയ് 4 വരെ കാത്തിരിക്കണം. ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഒരു എഡ്ജ് മാക്സിക്ക് ഇപ്പോഴും ഉണ്ടോ? മാക്സിയുടെ ഗ്രാസ് റൂട്ട് വർക്ക്, മാക്സിയുടെ റിലേഷൻഷിപ്പ്, ആ മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ ഷിയാസിന് വിനയാകുമോ? ഓരോരുത്തരും മാറ്റി പറയുന്ന രീതിയിലേക്ക് ആ മണ്ഡലത്തിന്റെ സ്വഭാവം മെയ് 4 അടുക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മെയ് 4 ഷിയാസിന് അടിപതറും ആ മണ്ഡലത്തിൽ. മാക്സി എന്ന് പറയുന്ന നേതാവിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ബോഡി ലാംഗ്വേജ്, ഒരൊറ്റ ആൻസർ: കൊച്ചിക്ക് എന്നെ അറിയാം, കൊച്ചിക്ക് ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തിട്ടാണ്. ഇടവഴികൾ നിങ്ങൾ കടന്നു പോകൂ, പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ, കോർപ്പറേഷന്റെ ഇടവഴികളിലൂടെ നിങ്ങൾ പോകൂ. ഈ നാടിൽ ഏതെല്ലാം രീതിയിൽ അവശത അനുഭവിക്കുന്നവർ, ആർക്കൊക്കെ സഹായങ്ങൾ വേണ്ടവർ, ഈ നാടിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏതെല്ലാം രീതിയിൽ ഇടപെടണം, അതിൽ മുഴുവനും മാക്സി എന്ന പേരുണ്ട് എന്നൊരു ജനപ്രതിനിധി ഇങ്ങനെ നിന്നിട്ട് പറയാ. നിസ്സാര പറച്ചിലാണോ? അത് എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? മാക്സി ശക്തമായിട്ട് ഇങ്ങനെ ആളുകളുമായി സോഷ്യൽ ആകുന്ന ഒരാളല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ പ്രകൃതം ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ സംസാര രീതികളും ബോഡി ലാംഗ്വേജും ഉണ്ടാവുമല്ലോ. അഗ്രഷന്റെ എക്സ്ട്രീം ലെവലിൽ പോകുന്ന മുഹമ്മദ് ഷിയാസ് എന്താ പറഞ്ഞേ? മുഹമ്മദ് ഷിയാസിന്റെ ഒരു ഓഡിയോ സന്ദേശം വന്നത് എന്താ? പലരും ന്യായീകരിക്കുന്നത് എന്താ? അത് വളരെ പേഴ്സണൽ ആയിട്ട് നടത്തിയ ഒരു ടോക്ക് അല്ലേ എന്ന്. പേഴ്സണൽ ആയിട്ട് നടത്തിയ ഒരു ടോക്കിലും പുറത്തു വരുന്നത് പ്രകൃതമല്ലേ, സ്വഭാവമല്ലേ? മുഹമ്മദ് ഷിയാസ് പറഞ്ഞ പപ്പടം പൊടിക്കും പോലെ മാക്സിയെ ഇത്തവണ പൊട്ടിക്കും എന്ന്. 2, ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന്. ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഡൊമിനിക് പ്രസന്റേഷനും ടോണി ചെമ്മണ്ണിയും ഒക്കെ ഇവരുടെ തന്നെ നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. അവരൊന്നും ആണുങ്ങളായിട്ട് കൂട്ടുന്നതേ ഇല്ല. ഇദ്ദേഹം കഴിഞ്ഞു പോയതാണ് 2-3 ആഴ്ച മുമ്പ്. ഇപ്പൊ വീണ്ടും എടുത്ത് ഈ വിഷയത്തെ പറയുന്നതല്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോൾ, അവലോകനങ്ങൾ നടക്കുമ്പോൾ, ഏത് സൈബർ ഇടങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോഴും നിങ്ങൾ കാണേണ്ട ഒരു സംഭവമുണ്ട്. കൊച്ചി എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി, അൺസർട്ടനിറ്റിയിലേക്ക് വരിക. കൊച്ചിയിൽ എഡ്ജ് പറഞ്ഞവർ പുറകോട്ട് പോവുക. വലത് സൈബർ ഇടങ്ങൾ സൈലന്റ് ആവുകയാ. അന്നും എന്നും ഇടതിന്റെ മാക്സി ഒരൊറ്റ ബോഡി ലാംഗ്വേജിൽ പോകുന്നതല്ല. കഴിഞ്ഞ 10 വർഷത്തെ മാക്സിയുടെ പ്രവർത്തനം എത്രമേൽ ഡെപ്ത് ആയിരുന്നു എന്നുള്ളതാണ്. ഓരോ വീടുകളും കയറി ഓരോ ആളുകളെയും കണ്ട് വോട്ട് കൈപിടിച്ചു ചോദിച്ച ആത്മവിശ്വാസത്തിലാണ് മാക്സി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. കൊച്ചിക്കാരനല്ലാത്ത ഒരു നേതാവ്. മാത്രമല്ല VD സതീഷിന്റെ അഗ്രഷൻ, സഭയോടൊക്കെ എടുത്തൊരു നിലപാട്, ഹൈബീഡിനെ എല്ലാം കൊണ്ടുവന്ന് ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവസാനം അതിനെയൊക്കെ ഒരു ജഗപുക ഉണ്ടാക്കി പുകമറ ഉണ്ടാക്കാൻ സതീശൻ ശ്രമിച്ചെങ്കിലും സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ അഗ്രഷനും അനാവശ്യമായ ഓവർ തിങ്കിങ്ങുകളും ഈ പറയുന്ന ഷിയാസിന്റെ അഗ്രഷനും എല്ലാം കൂടി അവിടെ തിരിച്ചടിച്ചു എന്ന് വേണം പറയാൻ. എഴുതി വെച്ചോളൂ, മെയ് 4 കൊച്ചിയിൽ ഇടത് ചെങ്കൊടി പാറുകയല്ലാതെ ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. 100% നമുക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.